ഹായ്, ഇന്ന് വന്നിട്ടുള്ളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് തമിഴിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് മലയാളം മൂവി ഇപ്പോൾ ഓടിക്കഴിഞ്ഞിപ്പോൾ ഇതാ നിലവിലിപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ലൊന്നും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു പടം തന്നെയാണ്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് കണ്ടിരിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഏറ്റവും സിമ്പിൾ വേയിലാണ് നിങ്ങൾക്ക് ഏതൊരാൾക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ വേ ആണ്. ഇത് ചിലവർക്കൊക്കെ അറിയാം, ചിലവർക്ക് അറിയാതിരിക്കാം. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു തരാമെന്ന് മാത്രം. ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നിങ്ങൾ ടെലിഗ്രാം എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അതായത് ഗൂഗിളിൽ കയറിയിട്ടുണ്ടെങ്കിൽ കാണാം ടെലിഗ്രാം എന്നുള്ളത്. ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ആപ്പും കൂടിയാണ്. ഇതിൽ പലവർക്കും പല മൂവീസും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞേക്കണ്. പക്ഷെ എന്നാലും കൂടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്ത് അതിൽ നമ്പറൊക്കെ രജിസ്റ്റർ ചെയ്യാം. ഇത് കാണുന്നുണ്ടാവും മുന്നേ നിങ്ങൾ ഇത് സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ടെലിഗ്രാം എന്ന് പറഞ്ഞാൽ. അതാണ് ആപ്പിൻ്റെ പേര്. അതിനുശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ടൊരു സെർച്ച് ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് തമിഴ് റോക്കേഴ്സ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. തമിഴ് റോക്കേഴ്സ്. അപ്പം നിങ്ങൾക്ക് കാണാം ഒരു കിരീടത്തിന് ചിഹ്നമായിട്ടുള്ള ഒരു തമിഴ് റോക്കേഴ്സ്, ഒരു ബ്ലാക്ക് ഇതിൽ. അത് ജസ്റ്റ് ഒന്ന് എടുക്കുക. അതെടുത്ത ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ആ റൈറ്റ് സൈഡിലുണ്ടാവും 3 ഡോട്ട് ഉണ്ടല്ലോ, ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെർച്ച് കൊടുക്കുക. സെർച്ചിൽ നിങ്ങൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് അടിച്ചാൽ മതി. ഇത് ഞാൻ ഈ ഒരു മൂവിക്ക് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. ഈ ഒരു മൂവിക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് എഴുതിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കിട്ടിയ ശേഷം ഇത് കണ്ടാലും നിങ്ങൾക്ക് ഇതിനെ കുറച്ച് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ സ്ക്രീൻഷോട്ടും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾക്ക് പല MBക്കുകളുണ്ട്. ചിലത് MB കുറവായിരിക്കും, ചിലത് MB കൂടുതലൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൽ എല്ലാ ടൈപ്പും വരുന്നുണ്ട്. ഇതിൽ 390 MBൻ്റെ വരുന്നുണ്ട്, അതുപോലെ 699 MBൻ്റെ വരുന്നുണ്ട്, 1.6ൻ്റെ വരുന്നുണ്ട്. ഇത്രയും 3 വരുന്നത് ഇതിൽ. അത് കുറഞ്ഞതാണ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റികളാണ്. അത് നിങ്ങൾ ഫോർവേഡ് ചെയ്തിട്ട് സേവ്ഡ് മെസ്സേജ് കൊണ്ടിട്ട ശേഷം ബാക്കോട്ട് ഇറങ്ങിയ ശേഷം സേവ്ഡ് മെസ്സേജ് എടുക്കുക. സേവ്ഡ് മെസ്സേജിൽ അടിയിൽ നിങ്ങൾക്ക് കാണാം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഇതിപ്പോൾ നമ്മൾ ലോഡായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഒന്ന് ഡൗൺലോഡ് ബട്ടൺ ആരോ മാർക്ക് അടിയിലുള്ളതൊന്ന് നെക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ആവാൻ തുടങ്ങും. അത് ഡൗൺലോഡ് ആയതിങ്ങനെ ഇതിങ്ങനെ റൗണ്ട് സർക്കിളായി പോകുന്നത് ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ആവുന്നത്. നിങ്ങൾ നേരെ ഇതിൽ പോയാൽ മതി. ഓക്കെ, ഫയൽ മാനേജർ ശേഷം ഉണ്ടാവും. ഇതിലിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാണാം ടെലിഗ്രാമിൽ ഡോക്യുമെൻറ്റ്സിൽ കാണും. ഡൗൺലോഡ് ചെയ്ത പടം ഡോക്യുമെൻറ്റ്സിലാണ് കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുക. ഇനിയിപ്പോൾ അതല്ല മൂവ് ചെയ്തൊന്ന് പുറത്ത് കിട്ടണമെങ്കിൽ MX പ്ലെയറിലും കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒക്കെയാണ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഞാൻ ഒരു മൂവിക്ക് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. ഇത് ഒരിക്കലും എല്ലാ മൂവി ഇതിൽ കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. ഇതിൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് മാത്രമേ കിട്ടൂ എന്നല്ല ഞാൻ പറഞ്ഞത്. അതും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ചില മൂവീസ് കിട്ടും, ചില മൂവീസ് കിട്ടില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ പടങ്ങളൊക്കെ മൂവീസൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഇതിങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി വരുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ നിൽക്കുക. താങ്ക് യു.